അങ്ങനെ പുഷ്പാതി റൂൾ കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ടൈപ്പ് പടം. ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ പടം കാണുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പടം കാണുന്നതിന് മുൻപ് തന്നെ പല റിവ്യൂസിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുന്നത്. അതൊക്കെ കൊണ്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ലെവൽ തന്നെ സീറോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഈ പടം നൽകി. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിഞ്ച് സീൻസും അതേപോലെ വൾഗർ സീൻസാണ്. ശരിക്കും അതൊന്നും വേണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്യാമായിരുന്നു. കാരണം ഫാമിലീസായിട്ട് ഈ ഒരു പടം കാണുമ്പോൾ ആ രംഗങ്ങളൊന്നും തീരെ പിടിക്കത്തില്ല. അത് ശരിക്കും വേണ്ടാന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു പടത്തിൽ ഇമോഷണൽ സീക്വൻസ് പ്രോപ്പറായിട്ട് കണക്ട് ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പടത്തിൽ ശ്രീവല്ലി സങ്കടപ്പെട്ട് പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടില്ല. തിയേറ്ററിലെ ആൾക്കാർ ശരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പുഷ്പക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതും പ്രോപ്പറായിട്ട് വർക്ക് ആയില്ല. ശരിക്കും പ്രോപ്പറായിട്ട് അത് കൺവേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്. കാരണം അത് കൺവേ ചെയ്താൽ മാത്രമേ പടം നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് തോന്നത്തുള്ളൂ. കുറച്ച് പാളിപ്പോയി, കുറച്ചല്ല നല്ല രീതിയിൽ പാളിപ്പോയി ഈ ഇമോഷണൽ സീക്വൻസ് ഒക്കെ. പിന്നെ ആകെ 1-2 സ്ഥലത്ത് എനിക്ക് ഇമോഷണലി വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിന് തൊട്ട് മുമ്പുള്ളൊരു സീനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇമോഷണൽ സീക്വൻസ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ സീക്വൻസ് വലിയ രീതിയിൽ വർക്ക് ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉള്ള പടങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിലൊരു സീൻ കാണിക്കും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഈ ഫസ്റ്റ് ഹാഫ് കാണിച്ചു തരും. ആ പ്രശ്നം എന്തിനാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ റീസൺ എന്താണ്, അതൊന്നും പടത്തിൻ്റെ അവസാനമായി കഴിഞ്ഞാൽ പോലും പറയത്തില്ല. ഇനി അറിയണമെങ്കിൽ സെക്കൻഡ് പാർട്ട് വരണം എന്ന രീതിയിലാണ് ഉണ്ടാവുക. ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു പടം ഉള്ളത്. അത് ശരിക്കും അത്ര നൈസായിട്ട് തോന്നിയില്ല. പിന്നെ ഈ പടത്തിൻ്റെ മെയിൻ വില്ലനായിട്ടുള്ള ബൻവർ സിംഗ് ഷിഖാവത്ത് ഔട്ട് ഓഫ് അദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കുറച്ച് ബ്രൂട്ടലായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു ഈഗോ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഈഗോ ഉണ്ട്, പക്ഷേ ആ ഒരു ബ്രൂട്ടൽ നേച്ചർ ഇല്ല. ഒരു കോമഡി പീസായിട്ട് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് അല്ലു അർജുൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രം പീക്കിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ വേണം, അതിന് മറ്റൊരു ആൾ എന്ന് പറയുന്നത് ഫഹദ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ പുഷ്പ ടോപ്പിലേക്ക് പോകുമ്പോഴും ഈ ഒരു ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതിന് ഈക്വലൻ്റായിട്ട് നിൽക്കുന്നില്ല, പകരം പുഷ്പയുടെ കീഴിൽ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റായിട്ടുള്ളൊരു വില്ലൻ സെക്കൻഡ് പാർട്ടിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ പടത്തിൽ കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പല വില്ലന്മാരെ ഫേസ് ചെയ്യുന്ന ഒരു സീനാരിയോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ടഫായിട്ടുള്ളൊരു ഒപ്പോണൻറ്റിനെ പുഷ്പ ഫേസ് ചെയ്യുന്നില്ല എന്നതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടത്തിൽ DSPയുടെയും സാംസിയൻസിൻ്റെ വർക്കൊക്കെ അത്യാവശ്യം നൈസായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പടത്തിലെ ഫീമെയിൽ ലീഡായിട്ടുള്ള രശ്മികയുടെ റോള് കുഴപ്പമില്ല, ശരിക്കും നല്ല രീതിയിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ സുകുമാർ വേറെ രീതിയിലൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത്. ആ പോർട്രേ ചെയ്ത രീതി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു അല്ലു അർജുൻ്റെ ക്യാരക്ടറാണെങ്കിൽ നല്ലതായിരുന്നു. പുഷ്പ 1 നിന്ന് നോക്കുമ്പോൾ വലിയൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ് പുഷ്പ ദി റൂള്. പക്ഷേ വലിച്ചു നീട്ടിൽ കുറേ ഉണ്ടായിപ്പോയി, അത് വേണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രോപ്പർ സ്റ്റോറി ഒന്നും ഈ പടത്തിനില്ല. ഒരു ചെറിയ ത്രെഡിനെയാണ് വലിച്ചു നീട്ടിയിട്ട് ഒരു ഫുൾ പടമായിട്ട് എടുത്തിട്ടുള്ളത്. പകരം ഈ ഒരു പടം ഒരു ഫസ്റ്റ് ഹാഫ് എന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ആയതിനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കുറച്ചും കൂടി ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു പടം ലഭിച്ചേനെ. എന്തായാലും ഇതിൻ്റെ തേർഡ് പാർട്ടിന് ഞാൻ വെയിറ്റിംഗ് ആണ്. ആ ഒരു പടം അത്യാവശ്യം ബെറ്റർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രോപ്പർ സ്റ്റോറി അതിലെങ്കിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് പുഷ്പ ഇന്ന സ്ഥലത്ത് പോയി എന്നതിൻ്റെ ആൻസറും പിന്നെ ലാസ്റ്റ് നടന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂ എന്താണെന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു വിശ്വസിക്കുന്നു. അതെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പുള്ളിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സുകുമാറിന് അത് സാധിക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല റൈറ്ററായിട്ട് കൊളാബ് ചെയ്തിട്ട് ഈ പടം കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.